4.7 ഇൻറ്റു 6.5 പ്ലസ് 5.3 ഇൻറ്റു 6.5 ബൈ 1.3 ഇൻറ്റു 7.9 മൈനസ് 1.3 ഇൻറ്റു 6.9. ഇതിൽ ന്യൂമറേറ്റർ അംശത്തിൽ 2 ടേംസ് ആണ്, 2 പദങ്ങൾ. 4.7 ഇൻറ്റു 6.5 5.3 ഇൻറ്റു 6.5. ഇതൊരു പദം, ഇതൊരു പദം. അപ്പം ഇതിൽ രണ്ടിലും പൊതുവായത് രണ്ടിലും വരുന്നത്, ഈ 2 പദത്തിലും വരുന്നത് 6.5 എന്ന സംഖ്യ രണ്ടിലും വരുന്നുണ്ട്. ഈ 2 പദത്തിലും ഇതിലുണ്ട് 6.5. അപ്പോൾ നമുക്ക് അത് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുക, പൊതു ഘടകമായിട്ട് 6.5. ഇനി ബ്രാക്കറ്റ് ഇടുക. ഈ പദത്തിൽ നിന്ന് 6.5 പൊതു ഘടകം എടുത്താൽ പിന്നെ അവിടെ ബാക്കി എന്താണുള്ളത്? 4.7. അത് എഴുതുക, 4.7. ഇടയിലത്തെ ചിഹ്നം ഇടുക, പ്ലസ്. അതേപോലെ ഈ പദത്തിൽ നിന്ന് 6.5 നമ്മൾ കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ, പൊതു ഘടകം എടുത്താൽ അവിടെ എന്താ അവശേഷിക്കുന്നത്? 5.3. ഇപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ചെയ്തു, അംശം ചെയ്തു. ഇതുപോലെ ഡിനോമിനേറ്റർ, ഇതൊരു പദം, ഇതൊരു പദം അല്ലേ? രണ്ടിലും വരുന്നത് ഏതാ? 1.3 രണ്ടിലുണ്ട്. അപ്പോൾ അത് പൊതു ഘടകമായിട്ട് എടുക്കുക, 1.3 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുക, ബ്രാക്കറ്റ് ഇടുക. ഇതിൽ 1.3 എടുത്താൽ ഇതിൽ അവശേഷിക്കുന്നത് എന്താ? 7.9. അത് എഴുതുക, 7.9. ഇനി ഇടയിൽ ചിഹ്നം മൈനസ്. മുമ്പ് മുകളിൽ പ്ലസ് ആയിരുന്നു, അതുകൊണ്ട് അവിടെ പ്ലസ് ഇട്ട്, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ മൈനസ് ഇടുക. ഈ പദത്തിൽ നിന്ന് 1.3 ഇൻറ്റു 6.9, അതിൽ നിന്ന് 1.3 എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താണുള്ളത്? 6.9. ഇനി നമ്മൾ ഇത് ന്യൂമറേറ്റർ അംശം 6.5 എന്ന് ഇട്ടു, 6.5 ഇൻറ്റു ഇടുക. ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുക, 4.7 കൂട്ടണം 5.3, ഇത് രണ്ടും കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ 7 3 10 0.8 ശിഷ്ടം 1 1 5 6 4 10. 10.0 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി, ബൈ. അതുപോലെ അടിയിലും ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ഇതാണ് 1.3 ഇൻറ്റു, ഇത് കുറയ്ക്കുക, 7.9 നിന്ന് 6.9 കുറയ്ക്കണം. ഇത് കുറയ്ക്കുമ്പോൾ 0.76 കുറച്ചാൽ 1. 1.0 പറഞ്ഞാൽ 1 ആണ്, 1. 6.5 ഇൻറ്റു 10 നമുക്കറിയാം, ഒരു ദശാംശ സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10ൽ ഒരു 0 അല്ലേ? ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം. ദശാംശ സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10ൽ ഒരു 0 ആണ്, ഒരു സ്ഥാനം വലത്തോട്ട് നീക്കുക. അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് വരുമ്പോൾ 65 എന്ന് വരും, പിന്നെ പോയിന്റിന് വലിയില്ല. അപ്പോൾ ഇത് അംശം എന്താവും? ന്യൂമറേറ്റർ 65 എന്ന് വരും, ബൈ 1.3 ഇൻറ്റു 1 പറഞ്ഞാൽ എന്താ? 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റം വരില്ല സംഖ്യയ്ക്ക്, 1.3 തന്നെ എഴുതുക. ഇനി ഒരു ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കണം ഇവിടെ അല്ലേ? ഇവിടെ ഛേദം ദശാംശമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശം കേട്ട് എത്ര അക്കമുണ്ട്? ഒരക്കാണ്. ആ ദശാംശ സ്ഥാനം നീക്കിക്കളയുക, ആ ഒരു സ്ഥാനം നീക്കി ഇങ്ങോട്ട് കളയുക. അപ്പോൾ ഒരു സ്ഥാനം നീക്കണം, അപ്പോൾ ഇത് 13 ഈ ദശാംശം വലത്തോട്ട് നീക്കി കളഞ്ഞു, 13. ഇവിടെ ദശാംശ സ്ഥാനം ഒരു സ്ഥാനം വലത്തോട്ട് നീക്കിയത് കൊണ്ട് ഇവിടെ നമ്മൾ ഒരു 0 ചേർക്കണം. 65ൻ്റെ കൂടെ ഒരു 0, 650. ഇത് ഹരിക്കുക, 5 13 65 ആണ് അല്ലേ? 5 13 65 പിന്നെ ഒരു 0. ഉത്തരം 50.